ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഡീപ്സീക്ക്. ഡീപ്സീക്ക് എന്ന് പറയുന്നത് ഒരു AI ചാറ്റ്ബോട്ട് ആപ്പാണ്. ഓക്കെ, ആ AI ചാറ്റ്ബോട്ട് എന്ന് പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയും പോപ്പുലർ എല്ലാം നിൽക്കുക. സോ ഓക്കെ, അത് റീസൺ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മേക്കിംഗ് പ്രൈസിലോട്ട് നോക്കാം. മേക്കിംഗ് പ്രൈസ് ഇത് നോക്കുന്ന സമയത്ത് $6 million ആണ്. ഓക്കെ, $6 million എന്ന് കേൾക്കുമ്പോൾ എത്രയും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ബട്ട് ChatGPT ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് കുറവാണ്. ഓക്കെ, സോ കുറെ ആൾക്കാരിലേക്ക് അത് തന്നെയായിരുന്നു ഇതെന്താ ഇത്രയും കുറവ് എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയൊക്കെ തോട്ട്സ് ഒക്കെ വന്നായിരുന്നു. ഓക്കെ, കാരണം ഇതിന്റെ മേക്കിംഗ് ചിപ്സെറ്റ്. സോ ഇതിന്റെ മേക്കിംഗ് ചിപ്സെറ്റ് എന്ന് പറയുന്നത് H800 എന്ന് പറഞ്ഞ NVIDIA ഓൾഡ് ചിപ്സെറ്റ് ആണ്. ഈ ഓൾഡ് ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര നാൾക്ക് മുന്നേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഇത് March 21, 2023 ഇറങ്ങിയ ചിപ്സെറ്റ് ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അത് ഓൾഡ് ആണ് ആക്ച്വലി. ഇപ്പോ ഈ H800 വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തത് 5090 ആണ്. ഈ 5090 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഓക്കെ, സോ അതിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത് ചിപ്സെറ്റ് മാനുഫാക്ചേഴ്സ് നോക്കിയപ്പോൾ എന്താ ഇത് ചിപ്സെറ്റ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കിയ ഒരു ചാറ്റ്ബോട്ട് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഓൾഡ് ചിപ്സെറ്റിൽ നിന്ന് എന്തായിരുന്നാലും ഇത്രയും മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ചൈനയാണ് അവരെ കൊണ്ട് പറ്റും. ഓക്കെ, സോ കാരണം അതാണ്. കാരണം ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ്സ് വെച്ചിട്ടായിരുന്നാലും AI നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും AI ആണ്. സോ യാണോ? ഓക്കെ, അപ്പോ അതിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാറ്റ്ബോട്ട് ഇറക്കിയായിരുന്നു. ഓക്കെ, ഇതിന് ഇത്രയും റീച്ച് ആവാൻ കാരണം വേറൊരു R1 എന്ന് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നുള്ള രീതിയിലാണ് ഇത് ഇറക്കിക്കുന്നത്. LLM. ഓക്കെ, സോ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഇതിന്റെ ബേസിലാണ് ഇവർ ഇത് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇതിന് മുന്നേ 2 വേർഷൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് വേർഷൻ ഇറങ്ങുന്നത് ആക്ച്വലി January 9th, 2024 ഓക്കെ, അതെന്ന് പറയുന്നത് ജസ്റ്റ് ആ ടൈമിൽ ഒരു ജസ്റ്റ് ബേസിക് ചാറ്റ് ബോട്ട് ആയിരുന്നു. ആ ബേസിക് ചാറ്റ് ബോട്ട് എന്താ പറയാ ChatGPT ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോ അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവണമെന്നൊന്നുമില്ല. കാരണം ChatGPT അതിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിരുന്നു. സോ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവർ അതിന്റെ സെക്കൻഡ് വേർഷൻ ഇറക്കുന്നത്. ഈ സെക്കൻഡ് വേർഷൻ ഇറക്കിയ സമയത്ത് ഇവർ 2 രീതിയിലാണ് ഇറക്കിയത്. വേർഷൻ 2 ലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് MOE ബേസ് ചെയ്തിട്ടാണ് അവർ ഇറക്കിയത്. ഓക്കെ, ആ MOE ബേസ് ചെയ്ത് ഇറക്കിയ സമയത്തായിരുന്നാലും അവർക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല. ഓക്കെ, സോ ഇവർ അതിനുശേഷമാണ് ഈ R1 എന്നുള്ള രീതിയിൽ ഈ ഒരു ലാംഗ്വേജ് മോഡലിൽ ഇറക്കിയത്. ഈ ലാംഗ്വേജ് മോഡൽ ഇറക്കിയ സമയത്ത് നോക്കിയപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ചിപ്സെറ്റ് ചെയ്യുന്ന അവർ മേക്ക് ചെയ്തു. ഓക്കെ, സോ അതും കൂടെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഉള്ള ഒരു സംഭവം. ഇപ്പൊ ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങിയത് ഫസ്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത് January 9th, 2024 ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് 27 January 2025. ഓക്കെ ആണ്. സോ അവർ അത്രയും രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു പ്രൈസിൽ ഓക്കെ $6 million ഇവർ ഇത് ഇറക്കിയിരിക്കുന്നത്. സോ അതും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് ഈ ടൈമിൽ തന്നെ ഈ NVIDIA സ്റ്റോക്ക് ഒക്കെ ഡൗൺ ആയിരുന്നു. കാരണം ആൾക്കാർ നോക്കിയ സമയത്ത് ഇത്രയും ഓൾഡ് ചിപ്സെറ്റിൽ നിന്ന് ഇവർ ഇത്രയും നല്ലൊരു ചാറ്റ്ബോട്ട് ഉണ്ടാക്കി. സോ അവർ നോർമലി ചിന്തിക്കുമല്ലോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് NVIDIA 5090 ആണ്. 5090 വെച്ച് നോക്കുന്ന സമയത്തായിരുന്നാലും ഇത്രയും വിഷ്വൽ ചിപ്സെറ്റ് ഉണ്ടായിട്ട് പോലും അവര് അത് യൂസ് ചെയ്യാണ്ട് ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് എടുത്തിട്ട് അവർ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തായിരുന്നു. ഓക്കെ, സോ സ്റ്റോക്ക് പോയി ഇപ്പൊ കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ലീവ്. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നോക്കാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ചൈനീസ് ആപ്പാണ്. ഓക്കെ, ചൈനീസ് ആപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് ചാറ്റ്ബോട്ട് ചാറ്റ്ബോട്ടാണ്. ചാറ്റ്ബോട്ട് ഇപ്പം ChatGPT ഇറങ്ങിയ സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ നോക്കിയായിരുന്നു. കാരണം ഡേറ്റാസ് ഷെയറിങ് എടുക്കുന്ന അവരെല്ലാം ഡേറ്റാസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഷെയറിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പൊ ചാറ്റ്ബോട്ട് മാത്രമല്ല ഡേറ്റ ഷെയറിങ്ങും എല്ലാം ഉണ്ടെന്ന് പറയുന്നത്. എല്ലാ ആപ്സും നമ്മൾ ഡേറ്റാസ് എടുക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവൻ നമ്മുടെ ഫോൺസ് പോലെ മനസ്സിലായില്ലേ? ഫോണിൽ കിടക്കുന്ന OS ആയിരുന്നാലും എല്ലാം അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് എന്ന് നിങ്ങൾ സെറ്റിംഗ്സ് കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്സിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത കുറെ ആപ്സ് ആണ്. ഇതെല്ലാം ഡേറ്റ എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. സോ പക്ഷെ ഇത് ചാറ്റ്ബോട്ട് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി എടുക്കും, മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ ചൈനയുടെ സെർവർ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ എല്ലായിടത്തും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്ര ആപ്സ് ചൈനയുടെ ബാൻ ആക്കിയിട്ടുണ്ട്. ചൈനയുടെ ആപ്സ് അത്രത്തോളം ബാൻ ആക്കിയതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു തിങ് കൊണ്ടാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ അമേരിക്കയിലായിരുന്നാലും മിക്കയിടത്തും ബാൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോ എന്താ പറയാ ഈ ഇറ്റലി ഉണ്ടല്ലോ, ഇറ്റലിയിൽ ഒരു ന്യൂസ് ആണ് അവിടെയും ബാൻ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു ചാറ്റ്ബോട്ടിന്.
ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് നാൾ എന്തായിരുന്നാലും ഇത് കാണും. ഓക്കെ, സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഓപ്പൺ സോഴ്സും കൂടെയാണ്. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ അത്രയും എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത് മാക്സിമം ആൾക്കാർ ലൈക്ക് എടുത്ത് യൂസ് ചെയ്ത് ലൈക്ക് കുറച്ച് എന്തായിരുന്നാലും ChatGPT യൂസ് ചെയ്യുന്നില്ലേ, എന്തായിരുന്നാലും ഇത് യൂസ് ചെയ്യുന്നതൊക്കെ. സോ അത്രേ ഉള്ളൂ. പിന്നെ എന്ത് പറയാനാ, ഇത്രയൊക്കെ തന്നെ. സോ ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, ഫൈൻ, ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.